ഹേ ഗൈസ് വെൽക്കം ടു റിയൽ വിത്ത് ശ്രീകുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു സുധിനെ പറ്റി എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഒരു ആഴ്ചകൾ കൊണ്ട് ഈ വീഡിയോസ് തന്നെയാണ്. ആ കൊച്ചിനെ കുറ്റം പറയുന്നത് എടുക്കുന്നത് കേട്ട് മടുത്തിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞത്. എന്നാതിനാ കൊച്ചിനെ കുറ്റം പറയുന്നത് ഞാൻ ഈ ആലോചിക്കുന്നത്. അതിന് ആ കൊച്ചിനെ എന്തോ ചെയ്തു സത്യം പറഞ്ഞാൽ ഇവർ തന്നെ ഇവരുടെ വീഡിയോയ്ക്കകത്ത് ഇട്ടത് അത് കാണാൻ വന്നില്ല, എടുക്കാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കൊച്ചൻ കാണാൻ ചെന്നപ്പോൾ അതിന് കാണാൻ പോലും പറ്റിയില്ല. അത് മാത്രമല്ല അതാണ് അതിൻ്റെ അനിയൻ കൊച്ചിനെ കൊണ്ട് എവിടേക്കോ കറങ്ങാനും എടുക്കാനൊക്കെ പോയെന്ന് ആ കൊച്ചൻ തന്നെ പറയുന്നുമുണ്ട്. സത്യം പറയാമല്ലോ, അത് ചെന്നില്ലെന്ന് പറഞ്ഞൊരു പരാതി, ചെന്നെന്ന് പറഞ്ഞ് വേറൊരു പരാതി. എന്തുവാണ് സത്യം പറഞ്ഞ ഇത്? ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിച്ചുവിനെ പറ്റി ആ കൊച്ചാണെങ്കിൽ ഇപ്പോൾ കുറേ ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു. കാരണം ഈ രേണുവിൻ്റെ നേരത്തെ പഴയ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു. കാരണം അങ്ങനെ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം അത് ആ കൊച്ചിന് മോശമായിട്ട് തോന്നിയത് കൊണ്ട് അവനത് പറഞ്ഞു, ഓപ്പണായിട്ട് അവനത് പറഞ്ഞു. അതിപ്പോഴാണ് ഈ അസുഖമൊക്കെ വന്ന് എല്ലാവരും പറഞ്ഞ് കാണാൻ പോകുന്നില്ല, എടുക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ആ കൊച്ചൻ ആ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് ഇട്ടിട്ട് അതിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കൂടെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞതിന് എന്താ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവനൊരു മെച്യൂർഡായിട്ടുള്ള ഒരു കൊച്ചനാണ്, അവനും കൂട്ടുകാരുണ്ട്. സ്വാഭാവികമായിട്ട് അവനെ എത്രയ്ക്കാണെങ്കിലും അവൻ്റെ അമ്മയാണല്ലോ രേണു, സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ നടക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവനും കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. അവനെയും വേറൊരു രീതിയിൽ ആൾക്കാർ കാണും. അതുകൊണ്ടാണ് ആ ഒരിത് മറ്റേ ഇളയ കൊച്ചിന് ഋതപ്പന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്. അമ്മ അവനും വളർന്നു വരുമല്ലേ, എടുക്കുമല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഇത് ചെയ്യരുത്, എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ചാറ്റൊക്കെ കൊച്ചൻ കാണിക്കുന്നു എടുക്കുന്നൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അത്രയും ഒരു വിഷയത്തിനാണ് ഈ കുറേ ദിവസം കൊണ്ട് ഈ ഇൻസ്റ്റഗ്രാമിലാണേലും യൂട്യൂബിലാണേലും ഈ വീഡിയോസ് ഇങ്ങനെ കിടന്ന് ലീക്കാകുന്നതിൻ്റെ മെയിൻ സംഭവം. സത്യം പറഞ്ഞാൽ ആ കൊച്ചനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. മീൻസ് വേറൊന്നുമല്ല, അത് കണ്ടിട്ട് എനിക്കത് പറഞ്ഞാൽ യാതൊരു കുറ്റമായിട്ട് തോന്നിയില്ല. കാരണം അവൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. കാരണം ഒരു ആൺകൊച്ചനാണ്, അത് മാത്രമല്ല അവനും ഒരാണാണ്, മറ്റേ കൊച്ചനും ഒരു ആൺകൊച്ചനാണ്. അപ്പം അവർ ഫ്യൂച്ചറിൽ അനുഭവിക്കുന്ന മീൻസ് വേറൊന്നുമല്ല, സ്വന്തം അമ്മയുടെ ഇങ്ങനത്തെ ഡ്രസ്സിങ്ങും ഒക്കെ കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർ ഏത് രീതിയിലാണ് അവരെ ഇതാക്കുന്നതെന്നുള്ള ഇതുകൊണ്ടാണ്. കാരണം അവൻ അങ്ങനെ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. മേ ബി ഇവൻ്റെ അമ്മയുടെ ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളും കൊണ്ടൊക്കെ അവനെ കൂട്ടർ കളിയൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മറ്റേ കൊച്ചിനെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞത്. അതിനൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഗായ്. സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കി ഒരു രണ്ട് ആൺമക്കളുടെ അമ്മയാണെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കേണ്ടത് രേണുവിൻ്റെ ഇതാണ്. കാരണം എത്രയോ പേര് ഈ ഫിലിമിലും ഷോർട്ട് ഫിലിമിലൊക്കെ എന്ത് നീറ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ ഫാമിലിയെ കൂടെ നോക്കണം. കാരണം അവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അല്ലാതെ ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുമാത്രം ഇത് വരുമെന്നുള്ളത് പിന്നാണ് മനസ്സിലാകുന്നത്. ശരിയാണ്, എല്ലാം സത്യമാണ്. രേണു സുധിക്ക് ക്യാൻസറാണ്, എല്ലാമാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നമുക്കത് കണ്ടപ്പോൾ വിഷമം തോന്നി, നമ്മളത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൊച്ചനെ ഇത്രയെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇനി അമ്മയെന്ന് വിളിക്കല്ലേ, എടുക്കല്ലേ, എന്നെ കാണാൻ വരല്ലേ എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സത്യം പറഞ്ഞാൽ അവൻ്റെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് അവൻ പറഞ്ഞു. കാരണം അതിനുള്ളൊരു ധൈര്യം അവൻ കാണിച്ചു. അപ്പോൾ അതിന് ഒപ്പീനിയൻ കാണിച്ചു. അത് മാത്രമല്ല അവനെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല ഗായ്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന ആരും തെറ്റു പറയത്തില്ല അവനെ. കാരണം ഒരു അച്ഛൻ മരിച്ചൊരു കുഞ്ഞാണ്, അപ്പം ഒരു അമ്മയില്ല. അപ്പോൾ അതുവരെ അവർ പറയുന്നുണ്ട്, ആ വീഡിയോസിനകത്ത് രേണു സുധി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയില്ലാത്ത പോലെ നിൻ്റെ അമ്മ ഇനി ഇട്ടിട്ട് പോയി, അങ്ങനെ ഇങ്ങനെ പണ്ടുള്ളത് മുതൽ ലിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനെ ഇതാക്കേണ്ട കാര്യമില്ല. അവൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ് കാര്യം കഴിഞ്ഞും വിട്ടു. അല്ല ചുമ്മാ അതും പിടിച്ചുകൊണ്ടിരുന്നിരുന്ന് ഒരു 5-6 മാസം കൊണ്ട് ഈ ഒരു വീഡിയോസ് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗായ് സത്യം പറഞ്ഞാൽ സൈ കെട്ടിട്ട് അങ്ങ് റിയാക്ട് ചെയ്തതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കല്ലെങ്കിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.